ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ. കണ്ണി കണ്ട കമ്മിറ്റിക്കാരെ ചീത്തയൊക്കെ ഞാൻ ഉണ്ടല്ലോ. അവര് പിന്നെയും ചീത്ത പറഞ്ഞ? ഇതെന്താ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലല്ലോ. കഥാപ്രസംഗം വേണ്ട, മിമിക്സ് പരേഡ് മതി എന്ന് അവർ തീരുമാനിച്ചു. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ? അതിനിങ്ങനെ തെറി പറയണോ? എന്റെ ഒരു നമ്പർ പൊളിഞ്ഞതാടാ. ഏത് നമ്പർ? നമ്മുടെ കഴിഞ്ഞ 10-15 പരിപാടി ഉഗ്രനായിരുന്നു എന്നും നമുക്ക് നോട്ടുമാല കിട്ടിയായിരുന്നു എന്നൊക്കെ ഞാനൊരു കാച്ചി. എന്നിട്ട് ഇപ്പൊ അതൊക്കെ നുണയാണെന്ന് അവരറിഞ്ഞല്ലേ? അത് മാത്രമല്ല, പിന്നെ കഴിഞ്ഞ നമ്മുടെ 1-2 പരിപാടിക്ക് ചീമൊട്ടയേറി കിട്ടിയ കാര്യം ഏതോ തെണ്ടി അവിടെ ചെന്ന് പറഞ്ഞതാ. ഏത് തെണ്ടിയാ ഈ പച്ചക്കളഞ്ഞെന്ന് പറഞ്ഞത്? ഒരു പരിപാടിക്ക് നമുക്ക് ചീഞ്ഞ തക്കാളി അറിയില്ലേ കിട്ടിയത്? അപ്പൊ കഴിഞ്ഞ പരിപാടിക്ക് നമ്മൾ ഓഡിയൻസ് ഓടിച്ചിട്ട് തല്ലിയതും ഒക്കെ അവരറിഞ്ഞ? എല്ലാം അറിഞ്ഞടാ. അതെ, അപ്പൊ നമുക്ക് തല്ല് കിട്ടായിരുന്ന അത്ര വലിയ മഹാഭാഗ്യൊന്നും നമുക്കില്ല മോനെ. അതൊന്നും അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അടി ഉറപ്പാ. ഫുഡ് അടിക്കട്ടെ കാട്ടുവാസി. ഓ, കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം. ഒന്നും ഉണ്ടാക്കിയില്ലേ? എടാ വൃത്തിയിട്ടവനെ, പച്ച മഞ്ഞ കളർഫുൾ കഞ്ഞി ഉണ്ടാക്കില്ലടാ. ഇല്ല, മനുഷ്യനാണെങ്കിൽ കുറച്ച് ആത്മാർത്ഥ വേണം. ആത്മാർത്ഥത കിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. എന്നാ ഉണ്ട്, ഒരു സാധനം ഉണ്ട്. മരച്ചീനി? ഏയ്. ഓ, കപ്പലണ്ടി. അയ്യയ്യേ, നല്ല 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 വിശപ്പുണ്ട്. കുറച്ച് വേണോ? അത് ആവശ്യത്തിൽ അത് എന്റെ തന്നെ ഉണ്ട്. എന്നാ കുറച്ചുകൊണ്ട് ബാങ്ക് ഇട്, നമുക്ക് വിശപ്പില്ലാത്തപ്പോ എടുക്കാമല്ലോ. ചായക്കടയിൽ പോയാലോ? അവിടെ പോകാൻ പറ്റില്ല, പറ്റുകൂടില്ല. എന്നാ നമുക്ക് വേറെ കടയിൽ പോവാം. നിന്റെ 25 രൂപയില്ല, അതിങ്ങ് എടുക്കടാ. ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി വാങ്ങിച്ച് തേച്ച്. എന്തേ ഫെയർ ആൻഡ് ലവ്ലി? നീയൊക്കെ വിളിക്കണമെങ്കിൽ വല്ല കുമ്മായ ചോളേക്കറി കിടക്കടാ. അതും ഞാൻ പരീക്ഷിച്ച് നോക്കി. വിശന്നിട്ട് കുടൽ കരിയുന്ന മണം. കുടലിന്റെ അല്ല, നല്ല ദോശയുടെ മണമാ. വിശന്നിരിക്കുമ്പോൾ ഒരുമാതിരി വൃത്തിയോട് പറയരുത്. ദോശ എന്ന് പറഞ്ഞ വൃത്തിയോടാ? ശരിക്കും ദോശയുടെ മണോ ഇത്? കാണിക്കാതെ അതെ, പെട്ടെന്ന് കഴിച്ചോ, മാറ്റം കാണണ്ട. തട്ടുദോശയാ? അതാ ഇത്രയും നല്ല സ്മെല്ല്. പണച്ചാക്കുകളുടെ സന്ധ്യതകളല്ലേ, തിന്നു കൊഴുക്കട്ടെ. പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്ന തന്നെ ആയിരങ്ങളാ. അതല്ലേ ഇതിലൊരെണ്ണത്തിനെ അടിച്ചെടുക്കാൻ ഞാൻ രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. കഷ്ടം. ചേട്ടാ, ഇവന്മാർക്ക് ഉറക്കമില്ലേ? ഇവന്മാർ ഉറങ്ങണമെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓഫാക്കണം. അയ്യേ, വൃത്തികെട്ടവൻ തെണ്ടി. ഇതെങ്ങനെ വിട്ടാ പറ്റില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇവന്മാരുടെ ശല്യം കൂടി കൂടി വരിക. വന്നിപ്പോ ബൈനാക്കുലർ വെച്ചാ നോട്ടം. മുറിയിൽ ഒരൊറ്റ ജനലും തുറക്കാൻ പറ്റില്ലെന്നായി. നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താലോ? അല്ലെങ്കിൽ ആ വീട്ടുടമസ്ഥോട് പറയാം അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ. ഏയ്, അതൊന്നും വേണ്ട. 2 പൂവാലന്മാരെ ഒതുക്കാൻ നമ്മൾ ഇത്രയും പെമ്പിള്ളേർ ഇവിടെ ഇല്ലേ? ഹലോ, ഗാനഭൂഷൺ ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ ഇല്ലേ? ഉണ്ട്, വിളിക്കാം. സതീഷ് ഇല്ല, പിന്നെ വയറ്റിളക്കം പിടിച്ച് കിടക്കുക. ഇന്ന് ഒരുപാട് പ്രാവശ്യമായി. ആരാ സംസാരിക്കുന്നത്? അതെ, ഞാൻ സതീഷ് ചേട്ടനോട് പറഞ്ഞോളാം. അത് അവൻ കക്കൂസിലായി. ഹലോ, സതീഷ് ചേട്ടനാ? അതെ, ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്നാ. പിന്നെ എന്തോ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഒന്നല്ല, 1000 കാര്യം വേണമെങ്കിലും പറഞ്ഞോളൂ. ശബ്ദോ, അത് പിന്നെ ഇവിടെ വേറൊരു ഫോൺ വന്നതാ. സതീഷ് നിന്റെ വൈഫ് വിളിച്ചിരുന്നു. വൈഫോ? അയ്യോ, ഞാൻ മേരടല്ല. കുട്ടി പറഞ്ഞോളൂ. ഫോണിലൂടെ പറഞ്ഞ ശരിയാവില്ല, നേരിട്ട് പറയാം. വൈകിട്ട് 5 മണിക്ക് സെമിത്തേരിയുടെ മുമ്പില് വരുവോ? സെമിത്തേരി വേറെ എവിടെയെങ്കിലും പോരെ? എന്താ പേടിയാ? പേടിയോ? അയ്യോ, അതെന്താന്ന് പോലും എനിക്കറിയില്ല. ഇവൻ ഭയങ്കര പേടിത്തൂറിയാ. അത് ഏതോരത്തിലൂടെ വിറ്റടിച്ചതാ. അപ്പോ 5 o'clock അല്ലേ? ഓക്കെ, താങ്ക് യു. ഉമ്മയല്ല, ബാപ്പ. ഉമ്മ. അയ്യേ, എന്തേ ഉമ്മ? ഒരുത്തന്റെ കാര്യം ഓക്കെ. ആരാ അത്? ഒരു പെണ്ണ് കണ്ടാൽ ജൂഹി ചൗളയെ പോലിരിക്കും. എടാ, ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നിന്റെ ഉയരവും തൊലിവെളുപ്പും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പൗരുഷം വേണം. അതിലെ ഗേൾസ് വീഴൂ. നീ എത്ര കാലമായിട്ട് ഓരോ പെൺകുട്ടികൾ പുറകെ നടക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, സതീഷേട്ടാ സതീഷേട്ടാ എന്ന് വിളിച്ച് ഗേൾസ് മുഴുവൻ എന്റെ പിന്നാലെ നടക്കുന്നത്. അതാണ് പൗരുഷം. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. ഇപ്പൊ വിളിച്ചാരടാ? ഒന്നും മറക്കാറായിട്ടില്ല. ആരാന്ന് നീ അറിയുകയും വേണ്ട. പാര വെച്ച് തട്ടിയെടുക്കാനല്ലേ? അതിന് നീ പണ്ടേയും എടുക്കണ. സോറി കേട്ടോ, സംസാരിച്ചിരിക്കാൻ ടൈമില്ല. ബൈ ദ ബൈ, ഇവിടെ ഈ ജെൻസിന്റെ ബ്യൂട്ടി പാർലർ എവിടെ ഉള്ളത്? സർക്കസിൽ കരടിക്ക് മേക്കപ്പ് ചെയ്യുന്ന വേലായുധം മതിയാവോ? അസൂയയ്ക്ക് മരുന്നില്ലടാ.
വേണ്ട വേണ്ട, ഞാൻ അറ്റൻഡ് ചെയ്തോളാം. അതെ, ഗാനഭൂഷണം സതീഷ് ഏട്ടൻ സ്പീക്കിംഗ്. ഗിരീഷേട്ടനില്ലേ? ഗിരീഷോ? ആ, അവനോടില്ല. അവന് എന്റെ ഡ്രസ്സ് മുഴുവൻ അലക്കി കഴിഞ്ഞപ്പോ ഞാൻ അവനെ മീൻ വാങ്ങിക്കാൻ മാർക്കറ്റിലേക്ക് വിട്ടിരിക്കുക. ഇന്നിന്റെ അച്ഛൻ. ഹലോ ഗാനഭൂഷൺ, ഗിരീഷ് കൊച്ചിൻ ഹിയർ. ഗിരീഷേട്ടാ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നറിയോ? എപ്പോ വിളിച്ചാലും മറ്റേ ആള് ചേട്ടനില്ലാന്ന് പറയും. അതെന്താ അങ്ങനെ ചേട്ടാ? അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. കുട്ടി പറഞ്ഞോളൂ. അത് ഞാൻ നേരിട്ട് പറയാം. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തേവര പാലത്തിന്റെ മുകളിൽ വരുമോ ചേട്ടാ? ഇഷ്ടമാണെങ്കിൽ മാത്രം വന്നാ മതി ട്ടോ. ഇഷ്ടമാണ്, ഇഷ്ടമാണ്. കൊച്ചു കള്ളി. അപ്പൊ നേരിട്ട് കാണാം, പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ. അയ്യടാ, അവന്റെ കാര്യവും ഓക്കെ. നട്ടുച്ചയ്ക്ക് പൊരുവയിലെത്ത് വരാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ കുട്ടി? വല്ല പാർക്കിലോ ബീച്ചിലോ മറ്റായിരുന്നെങ്കിൽ ആ ഇനിയുള്ള കൂടിക്കാഴ്ചകൾ അവിടെ വെച്ചാകാം. ചാകാനാ വല്ലതും പറഞ്ഞായിരുന്നോ? ഏ എന്ത് എന്ത് എന്തോ താന്നെന്റെ പാടുവയ്ക്ക് പോടൂ. എന്തോ പേടിപ്പിക്കില്ലേ? പോടാവപ്പേ. അങ്ങനെ മര്യാദയ്ക്ക് പറ. എന്തൊരു ശ്മശാന മൂകത. അവളെന്തിനാ ഈ സ്ഥലം തന്നെ പറഞ്ഞത്? ആ, വിവാഹം സ്വർഗത്തിൽ വെച്ചാണല്ലോ. അപ്പൊ കണ്ടുമുട്ടൽ ചിലപ്പോ നരകത്തിൽ വെച്ചായിരിക്കും. ഓ സാറേ, സമയം പണിയെടുത്തിടാ പന്നി. ചേട്ടാ സമയം എന്തായി? വല്ലതും പറഞ്ഞായിരുന്നോ? അയ്യോ, എന്ത്? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞത് ഞാൻ കേട്ടു. ഓ മണി 8. ഓ താങ്ക് യു. പോടാ. വെൽക്കം. 8 മണിക്കൂറായി ഇരിപ്പ് തുടങ്ങിയിട്ട്. കൃത്യനിഷ്ഠ തീരെയില്ലാത്ത കുട്ടി. ആ സാരമില്ല, വിവാഹശേഷം ഞാൻ എല്ലാം ശരിയാക്കി എടുത്തോളാം. അതേ നേരായോ വന്നിട്ട്? എന്തേ? സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. ഐ എം വെരി സോറി. നിങ്ങളാണോ ഫോൺ ചെയ്തത്? ഡാർലിംഗ്, ഐ ലവ് യു. തൊള്ളെ തല്ലിക്കൊന്ന് കായലിലേക്ക് എറിയ ഞാൻ. ഇത് ഞാൻ പറഞ്ഞല്ല, ആ ഹോസ്റ്റലിലെ പെങ്കൊച്ച് പറയാൻ പറഞ്ഞതാ. ഏത് പെങ്കൊച്ച്? ദാ ഇത് തന്നയച്ച പെങ്കൊച്ച്. താങ്ക് യു. തൊള്ളെ വയസ്സങ്ങളുടെ പണിയുണ്ടാക്കി വെക്കരുത് കേട്ടോ. ഓ ദൈവമേ, ഈ മരിച്ച ആൾക്കാർ എങ്ങനെ ഈ ശ്മശാനത്തിൽ കഴിയുന്നു? ഹലോ. ഒരു പെങ്കൊച്ചിനെ കാണാൻ വന്നതാണല്ലേ? അല്ലല്ല, അതെ. ആ, ഇതാ പെങ്കൊച്ചി ഇവിടെ വെച്ചിട്ട് പോയതാ. താങ്ക് യു. തലയിൽ എന്ത് പറ്റി? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡോക്ടർ കെട്ടിയതാ. ഓ, അത് ശരി. ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വർഷം 2 കഴിഞ്ഞു. ഇതുവരെ ഇത് അഴിഞ്ഞു പോയില്ല. അവന്റെ ഓട്ടം കണ്ട PT ഉഷ പോലും ഇതുപോലെ ഓടൂല. അവൻ പോയി. എന്റെ പ്രേമ സമ്മാനമേ. ഈ തണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്ന? എന്തായി പോയിട്ട്? കണ്ടോ? കണ്ടു. കാണുക മാത്രമല്ല, ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. നീ പോയിട്ട് എന്തായി? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. പെട്ടെന്നായിരുന്ന? രജിസ്റ്റർ ആയിരുന്നു. ഓ, ഇപ്പൊ രഹസ്യമാക്കി വെച്ചിരിക്കുക. പരസ്യമായിട്ട് നാട്ടുകാരെയൊക്കെ വിളിക്കുമ്പോ ഞാൻ നിന്നെ വിളിക്കാം. താങ്ക് യു. പക്ഷെ സോറി കേട്ടോ, ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഞങ്ങൾ ജാഫ്നയിൽ ഹണിമൂണിലായിരിക്കും. എന്നാ ചെല്ല്. ഓ ഓ ഓ ഓ ഓ. I love you. പ്രിയപ്പെട്ട ഗിരീഷേട്ടന് ഞാൻ ആരെന്ന് വെളിപ്പെടുത്തുന്നില്ല. എങ്കിലും ഒരു സൂചന തരാം.
എന്റെ പേര് സംഗീതത്തിലുണ്ട്, സംസാരത്തിലില്ല, തുമ്മലിലുണ്ട്, ചമ്മലിലില്ല. എന്റെ പേര് രംഭയിലുണ്ട്, മേനകയിലില്ല, ഗീർവാണത്തിലുണ്ട്, നീർവാണത്തിലില്ല, അലവലാതിയിലുണ്ട്, ചെറ്റയിലില്ല. എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട്. സ്നേഹത്തിന്റെ ഗന്ധം ശരിക്കും കിട്ടാൻ വേണ്ടി പൂവിരിച്ചിരി മുളകുപൊടി ഇട്ടത് എത്ര നന്നായല്ലേ. രാവിലെ മുഴുവൻ എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് അറിഞ്ഞിട്ട് കയറി വരും, ജലദോഷം കുഷ്ടമൊക്കെ ആയിട്ട് ചെറ്റ. എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട്. ഇത് മറ്റേ അത് പാമ്പാന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഞാൻ സോമന, കലാക്ഷേത്ര കൺവീനർ. എച്ചി നിന്റെ തന്ത ശരിയാക്കി തരാടാ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. സ്നേഹത്തിന്റെ ഗന്ധത്തിന് ഇത്രേ എരിവുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഓ, എന്റെ പേര് സംഗീതത്തിലുണ്ട്, സംസാരത്തിലില്ല. അലവലാതിയിലുണ്ടില്ല, രംഗീല. രംഗീലേ, അങ്ങനെ ഒരു പേരുണ്ടാ? അതൊരു സിനിമ പേരല്ലേ? കള്ള പുല്ലുകളെ. അലവലാതിയിലുണ്ട്, രംഭയിലും മേനക അവളെ അച്ഛൻ്റെ അലവലാതി ചേറ്റകള്, അവളെ പെട്ടി പട്ടികള്. ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഈ എക്യുപ്മെന്റ് എന്റെയാ. എന്റെ പാതി കാശ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ പാതി ഓടിച്ചു തരാം. നോക്ക്, കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലും കണ്ടിട്ട്. എന്തായി? പ്രസവിച്ചോ? അഴിച്ചു തുടങ്ങി. അതെ, കുളി തുടങ്ങിയോ? തുടങ്ങും. ഇനി ഇതാ ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. അവര് ഡ്രസ് അഴിച്ചു, പക്ഷെ പിന്നെ ഇട്ടു. ഡ്രസ് ഇട്ടുണ്ട് കുളിക്കാൻ പോണാ? ഇതെന്താ കുട്ടികൾ ഇങ്ങനെ ഒരു സംസ്കാരം ഇല്ലാതെ? ഞാൻ ഒന്ന് നോക്കിട്ട് വരാടാ. ഇതൊന്നുകൂടെ വാങ്ങിച്ചേ പറ്റൂ. മതി മതി, ഈ പക്ഷികളെ നോക്കിയത് മതി. ഇവൻ എപ്പോഴും ഇങ്ങനെ ഈ കിളികളെ വായിച്ചുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് ഡ്രസ് മാറിക്കഴിഞ്ഞടാ. ഡ്രസ്സല്ല, തൂവൽ. പക്ഷികൾ തൂവലല്ലേ പൊഴിക്കുന്നത്? തൂവല് മുഴുവൻ പൊഴിച്ച് കുളി തുടങ്ങി മോനെ. അത് പിന്നെ കിളിയൊക്കെ കുളിക്കട്ടെ. ഇത് കിളികൾ കുളിക്കുന്ന സീസണാ. വ്യത്യസ്തങ്ങളായ കുളികള്. കിളികൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. സോപ്പ് തേച്ച് തുടങ്ങി മോനെ. അതോ ഈ സോപ്പ് തിന്നുന്ന പക്ഷികളും ഉണ്ട്. പട്ടി. ഇതെന്റെ അല്ല, ഇവന്റെയാ. വൃത്തികെട്ടവൻ, ശവം. എന്റെ അല്ല, പകുതി കാശ് എന്റെ ഉള്ളൂ, ബാക്കി പകുതി ഇവന്റെയാ. അതെ. ഓ, നിങ്ങൾ കിളികൾ നോക്കായിരുന്നല്ലേ? അതെ. ഞങ്ങള് കരുതി ഹോസ്റ്റൽ മുറികളും കുളിമുറിയും ഒക്കെ നോക്കുകയാണെന്ന്. എന്താ ഈ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കൂ സിസ്റ്റേഴ്സ്. യവൻ ചിലപ്പോ നോക്കും സിസ്റ്റേഴ്സ്. അതുകൊണ്ടാണ് അവൻ ഇഷ്ടിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. അയ്യേ, എടാ ഇഷ്ടം പുറത്തുനിന്ന്. എന്താ എല്ലാരും കൂടി? ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണമായിരുന്നു. അയ്യോ സോറി സിസ്റ്റേഴ്സ്, 96 എൻഡ് വരെ ഒരു രക്ഷയില്ല. കംപ്ലീറ്റ് ബുക്കിംഗ് ആയി പോയി. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോലും പറ്റാറില്ല. അയ്യോ, വല്ല ഡോക്ടേഴ്സിനെയും കാണിച്ചൂടെ? അതെ. അയ്യോ, ഇത് അസുഖമല്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഏതായാലും നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി വന്ന സ്ഥിതിക്ക് കൊല്ലത്ത് ഞങ്ങൾ ബുക്കിംഗ് ഓഫീസിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, അതെ കൊച്ചിൻ ബ്രദേഴ്സ് ആണ്. ഈ വർഷം നമുക്ക് ഒരു ദിവസം ഒഴിവുണ്ടാവും. ഇടയ്ക്കകത്തോണ്ട് അവരിന്ന് രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ. ഈ തിരക്കേറിനെ കട്ട് ചെയ്തത് പോലും അറിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണം. ഹോസ്റ്റലില്ല? ഹോസ്റ്റലില്ല, അല്ലല്ല, ഉത്സവത്തിന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില്. ഏത് ഫ്രണ്ടിന്റെ? വൃത്തികേട്ട് പറയാത്ര, വൃത്തികെട്ടവനെ. ഫ്രണ്ട് എന്ന് പറയുന്ന വൃത്തികേടാണ്. അതെ. എന്ത്? ഏത് ഫ്രണ്ടിന്റെയാ? ഗീതുവിന്റെ. ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് സ്പെഷ്യൽ ബോട്ടില്. വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഏതായി സ്ഥലം? നല്ല സ്ഥലാ, പുതുക്കോട്ട. അപ്പോ വരുമല്ലോ. തീർച്ചയായിട്ടും വരും, വരാതെ പറ്റില്ലല്ലോ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. അല്ല, ഈ അഡ്വാൻസ് ഒന്നും കൊണ്ടുവന്നില്ലേ? അഡ്വാൻസോ? അയ്യോ, ഞങ്ങൾ കൊണ്ടുവന്നില്ല. അവിടെ ചെന്നിട്ട് മൊത്തമായിട്ട് തരാം. അത് മതി, അത് മതി.
ശരി അപ്പൊ വരട്ടെ. ശരി ഓ, ഓ, ഓ. താങ്ക് യു. അഡ്വാൻസ് കൊണ്ടുവരാ വന്നിരിക്കുന്നു ഒരുങ്ങി കെട്ടി. ഇത്രയും പെമ്പിള്ളേരുടെ മുമ്പിൽ വെച്ചാണ് അഡ്വാൻസ് ചോദിക്കുന്നത്. അഡ്വാൻസ് ചോദിച്ചാൽ എന്താ? ചോദിക്കാൻ പാടില്ല. അതെന്ത്? അതിന് കാരണമുണ്ട്. എന്ത് കാര്യം? ഗീതുവിന്റെ നാട്ടിലെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിന്? ആരാ ഗീതു നിനക്കറിയാമോ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ പ്രേമിക്കുന്ന പെണ്ണ്. പ്രേമോ? ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യലും ഒന്നിച്ചുള്ള യാത്രയൊക്കെ ആ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലേടാ തെണ്ടി. നിന്റെ അച്ഛൻ. പ്രേമവും കഥാപ്രസംഗവും തമ്മിൽ എന്ത് ബന്ധം? കാല് പൊക്കി വെക്ക് ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്ക് ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെച്ചോ ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കണ്ട ഇനി പടിയില്ല. അയ്യോ വണ്ടി കയറ്. വണ്ടിയുടെ ഡോർ എവിടെ? വണ്ടിക്ക് ഡോറൊന്നുമില്ല. കാറിനേക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ. ട്രെയിനിൽ ബെർത്ത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണിത്. ഇത് ടി വരെ ചെക്ക് ചെയ്യൊന്നും ഉണ്ടാവില്ല. കിടന്നോ? കേറി കിടന്നു. ഏയ് ഒരാളവിടെ പോയി. ദേ അവിടെ. അപ്പം മറ്റോനോ? ദേ ഇവിടെ നിക്കണോ? അപ്പം മറ്റേ പോയി. ദേ അവിടെ കിടക്കണോ? അപ്പൊ നിനക്ക് ഇത് ആദ്യമേ പറഞ്ഞൂടെ? നിങ്ങൾ ചിരിക്കുന്നു വേണ്ട. നിങ്ങൾ വന്നു തുടങ്ങിയത് എന്റെ കഷ്ടകാലം. വാ മോനെ വാ. ആ വാ മോനെ. ഇവിടെ കയറി കിടന്നോട്ടാ. സുഖമായിട്ട് കിടന്നോ. ആ ഇതെന്താ ഈ ഞാണ്ട് കിടക്കണത്? അത് കാല. എന്നാ പിന്നെ അത് കയറ്റി വെക്കി. രണ്ടാളും ഇല്ലേ? ആ രണ്ട് തലയുണ്ട്. ആ തള്ളിക്കോ. ഹെ. ഇതെന്താ അങ്ങോട്ട് പോണേ? ഇതെന്താ അങ്ങോട്ട് പോണത്? ആ ഈ വണ്ടിയുടെ തല ആരാ അവിടെ കൊണ്ടുവച്ചത്? വലിക്കടാ. തള്ളു. ആ ഓ എന്തൊരു മുട്ടിഞ്ഞ കനത്. വന്നപ്പോ മുതൽ തുടങ്ങിയതല്ലേ ഫുഡ് റെഡിയായോ ഫുഡ് റെഡിയായോന്ന്. അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ? എന്താ വണ്ടി നിർത്തിയത്? നോക്കിയേ കരാട്ടെ. കുറച്ച് പിണ്ണാക്ക. നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്. ചാക്കില് പിണ്ണാക്കാന്നാ ഞാൻ പറഞ്ഞത്. തലയിലും ചാക്കിലും പിട്ടാങ്കോ? പിള്ളച്ചേട്ടാ ഞാനൊക്കെ വിളിച്ചു പറയൂട്ടോ. വേണ്ട നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ രണ്ട് കാതികി വന്നില്ലേ, കൊച്ചിൻ ബ്രദേഴ്സ്. അവരാ ഈ ചാക്കിൽ. എന്താ വേണോ? വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. അവന്മാർ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. അയ്യേ എന്നാ പിന്നെ ഞങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുത്തൂടെ? ഏത് ഈ മുണ്ട? അല്ല ചാക്ക്. ദേ, ഒറ്റ അടി വെച്ചെന്നാണല്ലോ വലിക്കടാ. അങ്ങനായിട്ട് ആ കഥാപ്രസംഗക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റൂ. പേടിക്കാൻ സാറേ. അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി തരാമെന്ന് പാലത്തറക്കാർ വാക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പട്ടിക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണോ ചാക്കില്? അതെ വാഴക്കൊല നാടൻകായ. ആഹാ വാഴക്കൊല ഉന്നം നോക്കാൻ പറ്റിയ സാധനം. അയ്യോ അയ്യോ എന്താ, അയ്യോ എന്തൊരു ഉന്നാകൃത്യം കൊലക്കിട്ട് തന്നെ കൊണ്ടു. കണ്ടോ ഇപ്പോഴും എന്റെ ഉന്നം തെറ്റിട്ടില്ല. ഓരോരുത്തർ വല്ലോടത്തും കൂർക്കായി നിന്നോടോ. ഞാൻ നിന്റെ എവിടെ കൊണ്ടേ? എന്തേ കാണണോ? അത്ര മോശപ്പെട്ട സ്ഥല? ആ അതെ. അയ്യോ എന്നാ വേണ്ട. വേണേ പൊക്കി നോക്കണ നോക്കണ്ട. അയ്യേ വേണ്ട. എത്ര നേരം വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കണം. ഈ ഏരി മുഴുവൻ നല്ല മൂർക്കം പാമ്പുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഒരു പേടിത്തൂറി എടാ, മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം. വാ പോവാ. ആശാനെ വന്നുണ്ട്. അയ്യോ ബാബോ, പാമ്പല്ല ആശാന, അവന്മാരില്ലേ വന്നെന്ന്. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോണ സ്ഥലമൊക്കെ വേണമെങ്കിൽ നോക്കിക്കൂടാ. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് തെങ്ങിക്കേരെങ്കിലും ജീവിക്കാം. അവന്മാര് ദേ എത്തിപ്പോയി ആശാനെ. എത്തട്ടടാ എത്തട്ടെ. ദാ ഇടിവെട്ടേറ്റ തെങ്ങ് കണ്ട നിന്റെ തല പോലെ. എന്റെ ചുറ്റും ഞാൻ നമുക്ക് തെറ്റാ. എന്ത്? അതല്ലടാ. പിന്നെ അത് അതൊന്നും അല്ലേ. കത്തിക്കന്നല്ല കല്ലാക്കാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു. ഹലോ, ഇതാണ് ചരിത്രനാടകത്തിന്റെ ആൾക്കാരല്ലേ? ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ. ഓ, അത് ശരി. ഉത്സവത്തിന് വന്നാ? ഹലോ, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ, അല്ല ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ? ആദ്യം ഞങ്ങളുടെ പരിപാടി തുടങ്ങടാ. ഞാനേ ആശാനെ. തൈര് കലക്കണ സാധനം ഇതാണ് അത്. ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത്? എന്താ ഇതിന്റെ മെത്തേഡ്? മെത്തേഡ് ഈസി. ആദ്യം ഇതിങ്ങനെ പിടിക്കണം. ഇത് തൈര് കലക്കാനുള്ളതല്ല, പിന്നെ പിന്നെ നെഞ്ച് കലക്കാനുള്ളതാണ്. ആരുടെ? അയ്യോ പ്രാന്തന്മാര്. ആരാടാ ഇവിടെ അടിച്ചത്? ഇയാളെന്റെ കണ്ണിലിട്ട് കുത്തി. ഇവനെന്റെ താടിക്കെട്ട് ചവിട്ടി. അത്രയ്ക്കായോ? ഞങ്ങളാണ് ആദ്യം ഇവരെ ഓടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ അടിക്കാൻ അവകാശം ഞങ്ങൾക്കാ. കരാട്ടയിൽ അങ്ങനെ ഒരു നിയമമില്ല. മുന്നിൽ കിട്ടിയാൽ ആദ്യം അടി ഞങ്ങൾക്കാ. ഇല്ലേ? എങ്കിൽ നിങ്ങൾ മുന്നിൽ നടി, ഞങ്ങൾ പിന്നിൽ നടിക്കാം. പിന്നെ സൈഡിൽ കൂടെ ആരെങ്കിലും അടിക്കും. അടിയടാ. പ്രേമിക്കാൻ നീ ആര് മോനെ? പ്രേം ചോപ്രയോ?
മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും. ഒന്ന് മനസ്സിലാക്കി കൊടുക്കടാ. നല്ലോണം ഞെരിക്ക്. അവനെയല്ല എന്നെ അവനെ പിടിക്കാൻ നിർത്തണോ? കൂടെ നിൽക്കാതെ അവനെ പോയി അടിക്കണോ? എവിടെ പോയി അടിക്കണം? അവിടെ പോയി അടിക്കണോ? നിനക്ക് പാലത്തറയിലെ പെണ്ണിനെ കെട്ടണോ? എന്നാലേ കെട്ടിച്ച് തരാവടാ. എന്താ വർക്കിച്ചേട്ടാ? അടി അടി പൊരിഞ്ഞടി. ഓടി ഓടി പ്രേമിക്കണല്ലടാ. പ്രേമിക്കാതെ നിനക്ക് ഉറക്കം വരൂല്ലേ? എന്ത് ഭ്രാന്തായി കാണിക്കണേ? അവരെ വിട്, അവരെ വിട്. അവര് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല. അവര് കഥാപുസ്തകക്കാര് അല്ല. ഞങ്ങൾ പ്രേമിക്കാൻ തന്നെ വന്നതല്ല. കഥാപുസ്തകക്കാര്. അതെ, ഞങ്ങൾ ഉത്സവത്തിന് കഥ പറയാൻ വന്നതാ. ജ്ഞാനഭൂഷണം കൊച്ചിൻ കേട്ടില്ലേ? നിന്റെ ചെണ്ടിയും പപ്പടം ഞാൻ ഉത്സവത്തിന് കഥ പറയാൻ വന്നതാണ്. എന്തിനാടാ ഇത്ര നേരത്തെ വന്നത്? അടിയടാ. എന്തിനാടാ ഗീതയോടൊപ്പം വന്നത്? അത് പിന്നെ മാളികപ്പുരയെ താമസിച്ചെന്തിനാടാ? അത് ഫുഡ്. അവരങ്ങനെയാ. ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഇരുന്നേ കഥ എഴുതൂ. അവിടുത്തെ കഥയെ പറയൂ. വായി തുറന്ന് പറയൂ. അതെ, ഞങ്ങൾ ഈ നാട്ടിലെ കഥ ഈ നാട്ടിൽ നേരത്തെ വന്നത്. ഈ നാട്ടിലെ കഥയോ? ആരെപ്പറ്റി കഥ എഴുതാനാണ് നീ വന്നത്? മാടശ്ശേരി തമ്പിയെ പറ്റി. അതെ, മാടശ്ശേരി തമ്പിയുടെ കഥയാ ഞങ്ങളോട് പറയാൻ പോകുന്നത്. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്ന് പറഞ്ഞ ഒരുത്തിനോട് വന്നില്ലേ? എവിടെ നിന്ന് വന്നു? അവനെ കൊന്നില്ലേ? ആര് കൊന്നു? മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാര്? ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ? ആരോട് പകരം വീട്ടാൻ? ഇതാണ് ഞങ്ങളോട് പറയാൻ പോകുന്ന കഥ. ഇനി ആർക്കാണ് ഞങ്ങളെ തല്ലേണ്ടത്? വാ, വന്ന് തല്ലേ. മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാർ ആരാന്ന് വെച്ചാ വന്ന് തല്ലടാ. വന്ന് തല്ലടാ.